വീഡിയോ കാണുന്നവരെ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് കുറഞ്ഞതൊരു 3 മാസമായിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഞാനൊരു സംഭവത്തിന് പുറകെയായിരുന്നു ഒരു 3-3.5 മാസമായിട്ട്. അത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങാമെന്നൊരു സാഹചര്യമായി. ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തിരുനക്കര അമ്പലത്തിലാണ്. ഇന്ന് ശിവരാത്രിയാണ്. ശിവരാത്രി ദിവസമായതുകൊണ്ട് തന്നെ ഇന്ന് ഏകാദശിയും കൂടെയാണ്. അപ്പോൾ ഇത് ഭയങ്കര പവർഫുൾ ഡേ ആണ്. അപ്പോൾ നമ്മളിപ്പം അമ്പലത്തിൽ വന്ന് ഗോതമ്പ് കഞ്ഞി കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ ഭയങ്കര ആളായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ. 9:30 വന്ന ഞാനും അമ്മയും കൂടെ. അപ്പം അമ്മ അവിടെ ഗോതമ്പ് കഞ്ഞി കുടിക്കുന്നിടത്തുണ്ട്, ഞാനിവിടെ പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പം വന്നപ്പോൾ ഭയങ്കര ആളെന്ന് പറഞ്ഞാൽ നല്ല ആൾ. ഒരു ജലധാരയൊക്കെ കഴിപ്പിച്ചിട്ട് അത് കാണാൻ വേണ്ടി നമ്മൾ 9:30 വന്നിട്ട് 10:30 ആയപ്പോൾ അകത്ത് കയറിയത്. അത്രയ്ക്ക് ആളായിരുന്നു. അപ്പോൾ അകത്തോട്ട് പോയിട്ട് നമുക്ക് കാണിച്ചിരുന്നു മാത്രം ആളുണ്ടെന്നൊക്കെ. അപ്പോൾ ഇന്ന് നമ്മളൊരു ചലഞ്ച് എടുക്കുകയാണ്. ശിവരാത്രി നോയമ്പ് നമ്മളും കൂടെ എടുക്കുന്നത് വെച്ചാൽ ഇന്നലെ വ്യാഴാഴ്ച നോയമ്പായിരുന്നു, ഇന്ന് നോയമ്പാണ്. ഇന്ന് നോയമ്പ് എടുത്തിട്ട് നമ്മൾ ഇന്ന് വൈകിട്ട് ഉറങ്ങത്തില്ല. നാളെ സന്ധ്യ കഴിഞ്ഞ് നമ്മളിനി ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ നോയമ്പ് ഞാൻ എടുക്കുകയാണ്. 101 വലോ 108 വലോ വെക്കണം. അതും എടുക്കുന്നുണ്ട്. മിക്കവാറും ചലഞ്ച് കംപ്ലീറ്റ് ആവാൻ തോന്നുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നടക്കുവാണെങ്കിൽ ആ വീഡിയോ പക്കയായിട്ട് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എടുത്തു നോക്കട്ടെ. ഓക്കെ. ഇവിടെ ഇത്ര ആളുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. തിങ്കളാഴ്ച ദിവസമാണെങ്കിൽ ഒരാളുണ്ട്. ഇത്ര ആളുണ്ടാകാറില്ല, പക്ഷേ ഇന്ന് ഇത്ര ആളുണ്ട്. ശിവരാത്രി ഏകാദശി ആയതുകൊണ്ട് നല്ല ആളുണ്ട് രാവിലെ. ഇതാണ് ഇനി നടക്കാൻ വരുന്ന തിരുനക്കര പൂരത്തിൻ്റെ പോസ്റ്റർ. പൂരം മാർച്ച് 20-ന്. കാണുന്നവരെല്ലാം ക്യൂ നിൽക്കുന്നവരാണ് തൊഴാനായിട്ട്. 11 മണിയായിട്ടുള്ള ക്യൂ ആണ്. നേരത്തെ ഞാൻ നിന്നത് ഇവിടെ പുറകിലായിട്ട്. ഇവിടെ നിന്നാണ് ക്യൂ കയറിയത്. അതൊരു 1.25 മണിക്കൂർ നിൽക്കും. നല്ല ചൂടാണ് ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നവർ. എനിക്ക് ബാക്ക് ക്യാം ചോദിച്ച് വീഡിയോ എടുത്ത് വലിയ ഇതില്ലാത്തതാണ്, എക്സ്പീരിയൻസ് ഇല്ലാത്തതാണ്. അപ്പോൾ കറക്റ്റ് കിട്ടുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. കിട്ടുന്നുണ്ടെങ്കിൽ ഭാഗ്യം. ഇപ്പം സമയം ഇപ്പോൾ 11:30 ആയി. ഇപ്പോൾ കഞ്ഞി കുടിക്കാൻ സമയം ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ കഞ്ഞി കുടിക്കാൻ തുടങ്ങും. അപ്പം അതിനാൾ വന്ന് തുടങ്ങിയിട്ട് വേണ്ട നമുക്ക് അകത്തോട്ട് കയറാം. ഇത് കാണുന്നവരൊക്കെ മറ്റേ ഗോതമ്പനി വയ്ക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. സമയമായിട്ടില്ല, 10:30 ആയതേ ഉള്ളൂ. അല്ല 11 ആയി. 12 മണി കഴിഞ്ഞേ ഉള്ളൂ. കാണുന്ന കഞ്ഞിയാണ് വിളമ്പണത്. 2 കലമുണ്ട്. ഇത്രയും കഞ്ഞിയുണ്ട് വിളമ്പാനായിട്ട്. 12 ആകുമ്പോഴാണ് സ്റ്റാർട്ടിങ്. അതിൻ്റെ ഇവിടെ വന്ന് എല്ലാവരും കൂടിയിരിപ്പുണ്ട്. ഇത് വേറൊന്നുമില്ല, പ്ലേറ്റിന് വേണ്ടി അടി ഉണ്ടാക്കുന്നതാണ് കാണുന്നത്. പ്ലേറ്റ് എടുക്കാൻ വേണ്ടിയുള്ള അടിയാണിത്. പെണ്ണുങ്ങൾ തന്നെ അടിക്കണ്ട, ഈ ചവറ് കണക്കിന് അടി പോടാ. കാണുന്നുണ്ടല്ലോ, ഈ കാണുന്ന ഞാൻ പാത്രം വെള്ളത്തിൽ മുക്കിയിട്ട് എടുക്കാൻ നോക്കിയത്. ഈ കാണുന്ന കയ്യെ അമ്മച്ചിമാർ തമ്മിൽ അടിയായിരുന്നു. ഇടയ്ക്ക് കയറി 2 പ്ലേറ്റ് എടുത്ത് അമ്മയ്ക്കും എനിക്ക്. ഓക്കെ, എൻ്റെ അമ്മ ഒരു കില്ലാടിയാണ്. അമ്മ ആദ്യത്തെ 10 പേരുടെ ഉള്ളിൽ തന്നെ നിൽപ്പുണ്ട്. ആദ്യം തന്നെ കിട്ടുമായിരിക്കും, നോക്കട്ടെ. ഉണ്ട് 2 ക്യൂ ഉണ്ട്. ഇതിപ്പോൾ ഉണ്ടാക്കിയ ക്യൂ. ഇത് ശരിക്കും ഉള്ള ക്യൂ. ഇതുണ്ടോ ചുറ്റിലും അങ്ങനെ ഇടയ്ക്കുണ്ട് എൻ്റെ അമ്മ. ഇപ്പോൾ സമയം 12 ആകാൻ ഒരു 10 മിനിറ്റ് ഉണ്ട്. ഇപ്പം ഇവിടെ ശീവേലിക്ക് ഇറങ്ങുവാണ് അമ്പലത്തിനകത്തുനിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നട അടച്ചിട്ടേക്കുവാണ്. പുറത്ത് ആൾക്കാർ നിൽപ്പുണ്ട്. കുറേ പേര് ഇപ്പം തന്നെ വലം വെക്കുന്നുണ്ട്. 101 വലോ 108 വലമാണ് വെക്കേണ്ടത്. എനിക്ക് കറക്റ്റ് കണക്കറിയത്തില്ല. ഈ പോകുന്നവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ വലം വെക്കുന്നതായി നട്ടുച്ച സമയത്ത്. ഇപ്പോഴേ വലം വെക്കുന്നവരൊക്കെ ഉണ്ട്. 1 കൊല്ലം കൂടും വെക്കുന്നുണ്ട്. കറക്റ്റ് കണക്കൊന്നും ഓർമ്മ കുറവായിരുന്നില്ല. 108 തോന്നുന്നു. അപ്പം ഇപ്പോൾ വെക്കുന്നവരുണ്ട്. ഉച്ച തൊട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും തീരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ തീരും. ഞാൻ വൈകിട്ട് ഒരു 7 മണി തൊട്ട് 12 മണിയാകുമ്പോൾ തീർക്കാൻ വേണ്ടിയിട്ടാണ്. 12 മണി വരെയാണ് ശിവരാത്രി. അതിനുള്ളിൽ തീർക്കണം. അപ്പം 1 മണിക്കൂർ 21 വല 22 വല വെക്കാൻ പറ്റുവാണെങ്കിൽ 4-5 മണിക്കൂർ കൊണ്ട് 108 വലവും. അപ്പോൾ അതാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്ന അത്രയ്ക്കാണ്. ഇത് വടക്കനാഥൻ്റെ ഭാഗമാണ്. വടക്കനാഥൻ്റെ അവിടെ ഇപ്പം നട തുറന്നേക്കാണ്. ആ ഭാഗത്താണ് ഇപ്പം ആൾക്കാർ കൂടി വരുന്നത്. അമ്പലത്തിൽ കയറാനേക്കാളും കൂടുതൽ തിരക്കത് ഇവിടെയാണെങ്കിൽ പൂരത്തല്ല ഒന്ന് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പല വഴിയിൽ നിന്നൊക്കെ ചാടി കയറിയൊക്കെ വന്ന് നിന്ന് ഇതൊക്കെ കണ്ടില്ലേ, ഭയങ്കര അടി ഇവിടെ.
ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഒരു 200 പേരൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. നിന്നും ഇരുന്നൊക്കെയാണ് കുടിക്കുന്നത്. ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ കഞ്ഞിക്ക് ഭയങ്കര ചൂട്. ചൂടെന്നൊക്കെ പറഞ്ഞാൽ സ്പൂണൊക്കെ ചൂടാക്കും. അത്രയ്ക്ക് ചൂടാണ്. വെട്ടടിക്കുന്നതിൻ്റെ അമ്മ ആണ് എൻ്റെ പൈസ തുടങ്ങിയത്. കുത്തി കുടിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ ഇതിന് നല്ല ചൂടുണ്ട്. വായിട്ട് വെക്കാൻ പറ്റില്ല. ചൂടൊക്കെ ചൂടായി. സ്പൂൺ നല്ല ചൂടായ രീതിയിലാണ് ഇതിൻ്റെ ചൂട്. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നെ കുടിക്കാൻ പറ്റുന്നറിയില്ല. എന്താ ഭയങ്കര ചൂടുള്ള കഞ്ഞിയാണ് കുടിക്കുന്നത്. ഉമ്മ കുടിക്കുക. ഇവിടെ എനിക്ക് വായി വെക്കാൻ പറ്റില്ല ചൂട് കാണും. മുണക്കൊന്ന് കുടിക്കുന്ന കുടിയുണ്ട്. കുടിച്ചു ഇവിടെ ഞാനൊന്നും ആയിട്ടില്ല. അമ്മയ്ക്ക് വേണോ കഞ്ഞി? ഞാനും അമ്മയും ചോറുണ്ട് കഴിഞ്ഞു. ചോറല്ല, ഗോതമ്പ് കഞ്ഞി. അമ്മ എൻ്റെയും കൂടെ കഞ്ഞി വാങ്ങിച്ച് കുടിച്ചു. എന്നിട്ട് ഞാൻ കഴിക്കുന്നത് പിന്നെ അമ്മ കഴിച്ച് കഴിഞ്ഞ്. ഇപ്പോൾ ഞങ്ങൾ ഉത്സവത്തിൻ്റെ ഡേറ്റും കാര്യമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇവിടെ നേരെ വീട്ടിലോട്ട്. അപ്പോൾ വീട്ടിലോട്ട് പോട്ടെ. എന്നിട്ട് വൈകുന്നേരം തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം. എന്നിട്ട് പ്രദക്ഷിണം വെക്കണം. ഞാനും അമ്മ ഒരുമിച്ച് വരും. അമ്മ എപ്പോഴേലൊക്കെ പ്രദക്ഷിണം വെച്ച് തീർക്കും, ഞാനും തീർക്കും. എന്നിട്ട് ഇവിടെ തന്നെ ഇരിക്കും നാളെ രാവിലെ വരെ. കാണുന്ന കൂട്ടം പായസം കിട്ടാൻ വേണ്ടി നിൽക്കുന്ന കൂട്ടമാണ്. ചെമ്പിനകത്ത് പായസമുണ്ട്, പാത്രത്തിനകത്ത്, സോറി, പായസം കിട്ടാൻ വേണ്ടി നിൽക്കുന്ന അടി നിൽക്കുന്ന അടിയുണ്ടോ? ഇപ്പം ഉണ്ടോ? കിട്ടാതെ പോകാൻ പറ്റത്തില്ല എന്ന് നിൽക്കുന്നില്ല. പായസം കുടിച്ചിട്ടല്ലേ? എനിക്ക് ചെറുതിനെ ഇഷ്ടപ്പെട്ടു. ഈ ചെറുതിനെ ഇഷ്ടപ്പെട്ടാണ് ഞാൻ ഈ ഭാഗത്ത് വീടെടുത്തായിട്ട് ചുമ്മാ എടുത്തിട്ടേക്കുന്നത്. കാണിയുന്നുണ്ട്. പായസം കൊടുക്കുന്നത് അനിശ്ചിതകാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. ഭയങ്കര അടി, അടിയോടടിയ. എനിക്ക് പായസം കിട്ടി. അമ്മ ഒറ്റയ്ക്ക് അടിക്കുക. അപ്പോൾ എനിക്കതിന് തരും. ആണ്ട അത് മൊത്തം കുടിച്ച് വടിച്ച് വെച്ച്. ഇനി അതിൽ പോയി വാങ്ങിച്ചോളാം. അത് വാങ്ങിക്കാൻ ചെല്ലാൻ പറയും വാങ്ങിച്ച ക്ലാസ്സാന്ന് പറയും. എനിക്ക് തന്നില്ല, എനിക്ക് തന്നില്ല പായസം. കൊതിച്ചി ഒന്നും പറയണ്ട. ഞാനും പായസം കുടിക്കാൻ പോകുന്നു. ഗ്ലാസ് കിട്ടിയിട്ടില്ല. ഗ്ലാസ് വാങ്ങിക്കട്ടെ. ശരി, ഗ്ലാസ് കിട്ടി. ഗ്ലാസ് പായസം കിട്ടി. എനിക്ക് തരാത്ത എൻ്റെ അമ്മയ്ക്ക് പായസം. എന്നാ പിന്നെ കുടിക്കും. കൊതിയാന്നറിയോ പായസം? പായസം തരുന്ന ഒന്നും പറ്റുന്നില്ല. പായസം കിട്ടി. ഇനി പായസം കുടിച്ചു നോക്കട്ടെ. ഒന്ന് കുടിച്ചു നോക്കിയാൽ പിന്നെ കാണിക്കണം, പിന്നെ കുടിക്കുന്നതന്നെ അറിയാം. അരിയുടെ കൂടെ ശർക്കര ഇട്ട് പഞ്ചസാര ഇട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല മധുരമുണ്ട്. എനിക്ക് മനസ്സിലാത്തൊരു സംഭവമുണ്ടേ, ഇഷ്ടം പോലെ പായസം ഇരിപ്പുണ്ട്. പിന്നെ എന്തിനാണ് എല്ലാവരും ഈ അടി കൂടുന്നത്? കുറേ പേര് കൊടുത്തു കഴിഞ്ഞ് വാങ്ങിച്ച് കഴിക്കുവാണെങ്കിൽ അത്രയും സമാധാനമായിട്ട് വാങ്ങിച്ച് പായസം ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്തു. അമ്മ ഇടിക്കകത്ത് കയറി വാങ്ങിച്ച പകുതി പോലും പായസം കിട്ടിയില്ല. ഞാൻ ചെന്നപ്പോൾ ഒരു ഗ്ലാസ് പായസം മൊത്തം കിട്ടി. കുറേ നേരം കഴിഞ്ഞപ്പം ബോധമില്ല ആർക്കും. എല്ലാവരും ചുമ്മാ ആദ്യമേ വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം അടിയാണ് അവിടെ മൊത്തം. പിന്നെ എന്തിനു പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാ ആൾക്കാരും കുറേ പോകുന്നുണ്ട്. ഞാനും അമ്മയും കൂടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അമ്മ ആൽമര ചോട്ടിൽ പോയിരിക്കുകയാണ്. ഞാൻ കുറച്ച് ടൗണിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് അമ്മേനും കൂട്ടി തിരിച്ച് വീട്ടിലോട്ട് പോകും. അത് കഴിഞ്ഞ് പിന്നെയും വൈകുന്നേരം 6:30 ആകുമ്പോൾ വരണം. 6:30 ആകുമ്പോൾ ദീപാരാധന ഉണ്ട്. അത് തൊഴുതിട്ട് 7 മണി തൊട്ട് ഞങ്ങൾ വലം വെച്ച് തുടങ്ങും. 1 മണിക്കൂർ 20-22 വലം വെക്കാമെന്ന് കരുതുന്നു. 1 മണിക്കൂർ 22 വലം വെക്കാന്ന് പറയുമ്പോൾ ഒരു 2.5 മിനിറ്റ് കൊണ്ടൊക്കെ വലം വെക്കാൻ പറ്റും ഒരെണ്ണം. വിശ്വസിക്കുന്നു. ആൾക്കൂട്ടം കൂടുതലാണെങ്കിൽ നടക്കത്ത വരും. അപ്പോൾ സ്പീഡ് കൂട്ടേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണേലും അത്രയും വലം വെച്ചാൽ ഉള്ള കാര്യമുള്ളൂ. അപ്പം അതിന് ശ്രമിക്കുന്നതാണ്. 12 മണിക്കുള്ളിൽ 108 ആണോ 102 ആണോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ 101 ആകാം. അത്രയും വലം വെച്ചിരിക്കും. ഇത് ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. എന്നിട്ട് ആ വലവും കഴിഞ്ഞിട്ട് രാത്രി ഉറങ്ങാതിരുന്ന് നാളെ സന്ധ്യയ്ക്ക്, എന്ന് വെച്ചാൽ ഇന്ന് വെള്ളി, ശനിയാഴ്ച സന്ധ്യയ്ക്ക് വിളക്കെടുത്തതിനെ ഉറങ്ങാൻ പാടുള്ളതെന്നാണ്. അപ്പം അതും കംപ്ലീറ്റ് ചെയ്യണം. അതോടുകൂടി ശിവരാത്രി നോയമ്പ് നമ്മുടെ കംപ്ലീറ്റ് ആവും. അത് കൂടാനായിട്ട് ഇന്ന് വൈകിട്ട് ഇപ്പോൾ കഴിച്ചത് കൂടാതെ ഇനി അരിഹാരമൊന്നും കഴിക്കാൻ പാടില്ല. ഫ്രൂട്ട്സൊക്കെ കഴിക്കാം. അപ്പോൾ അതും കൂടെ
കംപ്ലീറ്റ് ആയാൽ നമ്മൾ സെറ്റാണ്. അപ്പോൾ ഇനി ടൗണിലോട്ട് ഇറങ്ങട്ടെ, എന്നിട്ട് സാധനങ്ങളൊക്കെ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് അമ്മേനെ നിർത്തി തിരിച്ച് വീട്ടിലോട്ട്. ഓക്കെ, സംഭവം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അമ്മയും കൂടെ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ നമുക്കിഷ്ടമല്ല, അതുകൊണ്ട് നിർത്തുന്നു. मंगलमे गणमे वल्लभ गणपति कन्नुरे വന്നപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഞങ്ങളിപ്പം 3ാമത്തെ വലം വെച്ചുകൊണ്ടിരിക്കുക. അപ്പം 108 വല വെക്കേണ്ടത്. 108 വലത്തിൽ 3ാമത്തെ വലം വെക്കുമ്പോഴേക്കും ഇപ്പം 200 മീറ്റർ പിന്നിട്ടിരിക്കുന്നു. ഒരു ചുറ്റെന്ന് പറയുന്നത് 200 മീറ്ററിനടുത്തുണ്ട്. 200-230 മീറ്ററാണ് ഒരു ചുറ്റ്. അപ്പം 3ാമത്തെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. സ്മാർട്ട് വാച്ച് സമയം നോക്കിയിട്ടില്ല. സ്മാർട്ട് വാച്ച് നോക്കിയിട്ട് 300 മീറ്റർ ഒരു റൗണ്ട് കാണിക്കുന്നത്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ 108 ആകുമ്പോഴേക്കും എത്ര അവിടെ 30 കിലോമീറ്റർ ആകും. അല്ലല്ലോ, 30 കിലോമീറ്റർ നടക്കണം. ഈ കാണുന്ന ആൾക്കാരെല്ലാം വലം വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് വലം വെച്ച് വരണമെങ്കിൽ കുറച്ച് പാടുപെടും. കാരണം തിങ്ങി നിറഞ്ഞുള്ള കാരണം ഭയങ്കര സമയം എടുക്കും ഇതൊക്കെ വലം വെച്ച് വരാനായിട്ട്. അതുപോലെ ആളാണ് എന്ന് വെച്ചാൽ എങ്ങനെ നോക്കിയാലും ഇതുവഴി പോകാൻ നോക്കിയാലും ഭയങ്കര ആൾ. നേരം നടന്നിട്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ച് സ്വാതന്ത്ര്യമായിട്ട് നടക്കാൻ പറ്റുന്നത്. ഫ്രണ്ടിലൊന്നും ആളില്ല, ബാക്കിലും അല്ല. അവിടെ ശീവേലിയാണ്. ഞങ്ങൾ സുഖമായിട്ട് അടിപൊളിയായിട്ട് നടപ്പുണ്ട്. കാണിച്ചു തരാം. ഫ്രണ്ടിലൊന്നും ആളില്ല. ഇനിയിപ്പോൾ കാണണം, അടുത്ത ആൾ കൂടുന്ന കാണണം. ഇപ്പോഴത്തെ കുറച്ച് കഴിയുമ്പോൾ കാണണം ഒരു വഴിയില്ല. കാല് കുത്താൻ പോയിട്ട് സൂചി കുത്താൻ പോയ സ്ഥലം കാണത്തില്ല. ഇനി ഇതിൻ്റെ പുറകെ വലം വെച്ചോളാം. അമ്പരുടെ കാപ്പി കുടിച്ചോണ്ടിരിക്കുകയാണ്. 50 റൗണ്ട് കൂടിൻ്റെ കാപ്പി, 50 റൗണ്ട് കാപ്പി ചാറായി വേർത്ത് ബാക്കിയുള്ളൊരു ഊര് വേറെ ഒരു കാപ്പി കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങളിപ്പോൾ 67 വലം വെച്ച് 67ാമത്തെ വലം കംപ്ലീറ്റ് ആവും. 68 കഴിഞ്ഞിട്ട് അപ്പം ചാറായി കാലൊക്കെ പോയി ജീവനായിരിക്കുക. ഇതിപ്പോൾ 57ാമത്തെ വല ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ റൂട്ട് മാപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ പിന്നെ വഴിയൊന്നുമില്ല. കിട്ടുന്ന ഗ്യാപ്പിൽ കൂടെയൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് എങ്ങനെയൊക്കെ വന്ന് റൗണ്ട് തിരിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. കിട്ടുന്ന ഏത് ഗ്യാപ്പാണെങ്കിലും ഞങ്ങൾ നുഴഞ്ഞ് കയറുന്നതാണ്. നല്ല നുഴഞ്ഞ് കയറ്റക്കാരാണ് ഞങ്ങൾ. എന്ന് വെച്ചാൽ ഒരു വഴി ഇല്ലാതാവുകയാണെങ്കിൽ വേണമെങ്കിൽ ഏത് വഴി വേണമെങ്കിലും ഞങ്ങളൊക്കെ പോകും. എന്നിട്ട് വേണം വലം തയ്ക്കാൻ. കാരണം ഇമാതിരി ആളാണെന്ന് വെച്ചാൽ ഗ്യാപ്പെന്ന് പറഞ്ഞ സംഭവം ഇതിനിടയ്ക്കൂടെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഒരു വഴിക്ക് നിന്ന് പോയി കഴിഞ്ഞാൽ അത്രയും സെക്കൻഡ് പോകുന്നുള്ള വീടിൽ കിട്ടുന്ന ഗ്യാപ്പിലെല്ലാം നുഴഞ്ഞ് കയറി നടന്നുകൊണ്ടിരിക്കുന്നത്. നടന്ന് അമ്മയുണ്ട്. അമ്മേനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അമ്മ എടുത്തിട്ട് വീണ്ടും അമ്മേനെ കണ്ടു. ബ്ലോക്ക് നിർത്തി. അമ്മേ ആള് പറഞ്ഞു ചിലതൊക്കെ തീർത്തിട്ട് പോയി, ചിലതൊക്കെ നിർത്തിയിട്ട് പോയി. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? പറ, എല്ലാം പറയണ്ടോ? ഇപ്പൊ 10:30 സമയം. 10:30 ആയപ്പോൾ ഞങ്ങൾ 71 വലവായി. അപ്പം 11 മണിയാകുമ്പം 85, 11:30 ആകുമ്പം 98, 12 ആകുമ്പോൾ കറക്റ്റ് 108 ആക്കണം എന്ന പ്ലാനിങ്ങിലാണ്. 108 പറയുമ്പോൾ ഒരു 5 മിനിറ്റ് പിടിക്കും. അവസാനം ഓരോ സ്റ്റെപ്പ് വെച്ച് വെക്കുന്നതുകൊണ്ട് അതിനുവേണ്ടി കറക്റ്റ് പ്ലാൻ ചെയ്ത് പറക്കുവാണ്. അമ്മ 50 പോലും ആയിട്ടില്ല. ആഗ്രഹം ഞങ്ങളൊക്കെ 71ാമത്തെ റൗണ്ട് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കും. അമ്മ മറ്റേ ഇതൊക്കെ വെച്ചോണ്ടായിരുന്നു. നിന്നെ മറ്റേ എന്നാന്ന് പറയുന്നത് രുദ്രാക്ഷം കറക്കിക്കൊണ്ടിരിക്കുക. അത് എത്രയാന്ന് പോലും അറിയത്തില്ല. പോട്ടെ, പറക്കട്ടെ. അമ്മ ഇപ്പം
10:59 11 ആകുമ്പോഴേക്കും 85 എടുക്കണമെന്നായിരുന്നു. ഇപ്പം 85ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് 86 ടൈമിങ് 27ാമത്തെ റൗണ്ട് ചുറ്റാൻ പോവാണ്. 11:02 ഇനി 1 മണിക്കൂറിൽ 108 റൗണ്ട് തികച്ച് ഞങ്ങളിവിടെ നിൽക്കുന്നതാണ്. 11:00 അപ്ഡേറ്റ് തരാം. ഞങ്ങൾ ഒരു 95 എടുത്ത് 98 കഴിയുമ്പോൾ സമയം എത്രയാണ്? 11:00 ആയപ്പോഴേക്കും 98 വെക്കണമെന്ന ഭാഗത്ത് ഞങ്ങളിപ്പോൾ 99ാമത്തെ വലം തീർന്ന് 100 ആകാൻ പോവാം. ഇനി ഒരു 8 വലം കൂടെ 12 മണിക്കുള്ളിൽ വെക്കണം. അപ്പം ഒരു 11:50 ആകുമ്പോഴേക്കും 107 വലം എടുത്തിട്ട് 10 മിനിറ്റ് കൊണ്ട് ലാസ്റ്റത്തെ ഒരു വലം. അതാണ് ഞങ്ങളുടെ പ്ലാൻ. ഇപ്പോൾ 11:50 ആകുമ്പോഴേക്കും 107 വലം ആവും. അപ്പോഴേക്കും അപ്ഡേറ്റ് ചെയ്യാം. 100ാമത്തെ വലം വെച്ച് തുടങ്ങുവാണ്. ഇതാണ് 100ാമത്തെ വലം. ഈ വലം കൂടെ തീർന്നൊരു 7 വലം കൂടെ വെക്കും. അത് കഴിഞ്ഞ് ലാസ്റ്റത്തെ വലം. കുറച്ച് റിഫ്രഷ്മെൻറ്റ് ആവശ്യമുള്ളത് കൊണ്ട് കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച്. അപ്പം കുറച്ച് വെള്ളം കുടിച്ച് കഴിയുമ്പോൾ എനർജി കിട്ടുമല്ലോ. ഇപ്പം 100ാമത്തെ വലം എടുക്കുന്ന സമയത്തുള്ള കുടിയാണ്. ഇനി എല്ലാം എടുത്ത് തീർന്നിട്ടുള്ളൂ. ഇനി വെള്ളം കുടി 108 വലം എടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ 100 തികഞ്ഞതിൻ്റെ വെള്ളം കുടിയാണ്. ഇപ്പോൾ 11:48 2 മിനിറ്റ് സമയമുണ്ട്. ഇപ്പം 107ാമത്തെ തീരാൻ പോവുക വലം. ഈ വലം തീർന്നു കഴിഞ്ഞാൽ 108 വെക്കും. അത് വീടെടുക്കാൻ പറ്റത്തില്ല. 2 ഒരുമിച്ചെടുക്കുന്നതുകൊണ്ട് വീടെടുക്കാൻ പറ്റത്തില്ല. അപ്പം 108ാമത്തെ വലം വെച്ച് അകത്ത് കയറണം. ചെയ്യട്ടെ. 108ാമത്തെ സ്റ്റെപ്പ് വെച്ച് തുടങ്ങാൻ പോകും. 108ാമത്തെ വലത്തിൻ്റെ സ്റ്റെപ്പ് വെച്ച് തുടങ്ങാൻ പോയി. ഇനി തൊട്ട് ഇനി അങ്ങോട്ട് ഒരു വലം വെച്ച് വരുമ്പോഴേക്കും 108 അപ്പോൾ അതിന് നമ്മൾ ഓരോ സ്റ്റെപ്പ് അടുപ്പിച്ചടുപ്പിച്ച് വെച്ചാണ് നമ്മൾ സ്റ്റെപ്പ് തീർക്കാൻ. അത് ചെയ്യട്ടെ. ലാസ്റ്റ് വലം എടുക്കാൻ നമ്മൾ കാണിക്കുന്നില്ല, കാരണം അതിനുള്ള സമയമില്ല, വീഡിയോ എടുക്കാൻ വേറെ ആളുമില്ല. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് വെച്ച് ഇനി അകത്ത് കയറിയിട്ട് അകത്തുള്ള വീഡിയോ ഉള്ളൂ. അകത്തിപ്പോൾ ഓടി കുറേ പേരൊക്കെ കയറിയിട്ടുണ്ട്. അവിടെ കാണും ആൾക്കാർ. അകത്ത് നല്ലപോലെ ആളുണ്ട്. ഇവരൊക്കെ തൊഴുത് കഴിഞ്ഞിട്ട് ഇനി എന്തോ ചടങ്ങൊക്കെ ഉണ്ട്, അതിനുവേണ്ടി നിൽക്കുന്നില്ല. നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കാപ്പി വാങ്ങിച്ചത് പറഞ്ഞില്ല. 108 വലം വെച്ച് എൻ്റെ ഹാൻഡ് കൂടി കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക. ചുക്ക് കാപ്പി. ഉറങ്ങാൻ വരായിരിക്കാം. വൈകിട്ട് ഉറങ്ങാതിരിക്കാനുള്ള. ഇനി നാളെ സന്ധ്യയ്ക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ 12 മണി കഴിഞ്ഞ് ഇന്ന് സന്ധ്യയ്ക്ക് 6 മണി വിളക്കൊക്കെ എടുത്ത് ഇനി ഉറങ്ങാവുള്ളൂ. ഉറക്കം പിടിച്ചു നിർത്തണം. ഉറങ്ങാൻ പാടില്ലെന്നൊക്കെയാണ് ചെയ്ത് നോക്കാം. നീ ഇവിടെ ഉറങ്ങത്തില്ലേ? പിന്നല്ല അവരുറങ്ങാനൊക്കെ ഇപ്പോഴും ഉറക്കം വന്നത്. എൻ്റെ അപ്പം 108 എടുത്ത് വേണമെന്ന് എനിക്കറിയത്തില്ല. അവിടെ വല എടുക്കുന്നുണ്ട്. അതെങ്കിലും കാണിച്ചു തരാം. അപ്പോൾ 108ൻ്റെ ആണോ 54ൻ്റെ ആണോ എനിക്കറിയത്തില്ല. എനിക്ക് ഉറപ്പില്ല. ഞങ്ങൾ 108 എടുത്തിട്ട് ഒരു 10 മിനിറ്റ് ആവണം. അതുകൊണ്ട് അമ്മ 108 എടുക്കാൻ സാധ്യത കുറവാണ്. നോക്കട്ടെ. വെച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മേനെ തട്ടാതിരിക്കാൻ ഞാൻ ബോഡി കണ്ടിട്ട് പുറകെ പോകും. കുറച്ച് ദൂരം പോട്ടെ, എന്നിട്ട് പോവാം. ഇപ്പം 12:18 ഞാൻ വലം വെച്ച് പുറത്തിറങ്ങി. ഇപ്പം അമ്മ വലം വെച്ചുകൊണ്ടിരിക്കുക. അപ്പം അമ്മ വലം വെച്ച് തീർന്നിട്ട് ഇനി ഇവിടെ ഉറങ്ങാതിരിക്കണം. രാവിലെ നട ഉറക്കുന്നവരെ. എന്നിട്ട് പിന്നെ വീട്ടിൽ പോവുക. വീട്ടിൽ പോയിട്ട് സന്ധ്യയ്ക്ക് വിളക്ക് എടുത്തുന്നവരെ ഉറങ്ങാതിരിക്കണം. നോക്കട്ടെ അമ്മ എവിടെ എത്തി നോക്കട്ടെ. അമ്മയാണ് ഈ പോകുന്നത്. അമ്മേനെ തട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ അമ്മയുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുക. അല്ലേ കണ്ടോ പോകണോ ഇതുപോലൊക്കെ ജസ്റ്റീൻസിൽ തട്ടിയെന്നൊക്കെ വരും. അത് ഒഴിവാക്കാനായിട്ട് പുറകെ പോയിക്കൊണ്ടിരിക്കുക. അമ്മ അറിയാതെ തന്നെ വീഴാൻ പോകുന്നുണ്ട്. അമ്മ അമ്മയുടെ ലക്ഷ്യസ്ഥാനത്തെത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നട അടയ്ക്കാറായി. സെക്യൂരിറ്റി പരിപാടി ഞാൻ നിർത്തി. കേൾക്കുന്നില്ല. ഇത് നമ്മൾ ശിവരാത്രിയുടെ എല്ലാ പൂജ പരിപാടിയും തീർന്നിട്ട് നട അടയ്ക്കുന്നതിന് മുന്നേ ഉള്ള സംഭവം നടന്നുകൊണ്ടിരിക്കുക. ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഈ ചടങ്ങുകൾ തീരുന്നതോടുകൂടി ശിവരാത്രി എന്ന് പറയുമ്പം വലം വെപ്പൊക്കെ നിർത്തണമെന്നാണ്. ഇപ്പോൾ വലം വെച്ചുകൊണ്ടിരിക്കുക. പുറകെ കാണാനില്ല. 108 വലം തീർക്കാൻ വേണ്ടി വലം വെച്ചുകൊണ്ടിരിക്കുക. ചിലർ തീർക്കും, ചിലർക്ക് തീർക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ സമയം 12:35 ആവുന്നു. ഈ പൂജ തീരുന്നതോടെ ശിവരാത്രി എന്ന് പറയുമ്പം ശിവരാത്രി എല്ലാ സംഭവവും തീരും. അതിനുള്ളിൽ തീർക്കണം. അപ്പോൾ ഞാൻ കയറി വലം വെച്ച് തീർത്ത് പ്രാർത്ഥിച്ചു 12 കറക്റ്റ്. അമ്മയും കയറി പ്രാർത്ഥിച്ചിറങ്ങി. ഇനി ഇത്രയും പേരുടെ ഇവിടെ കാണിച്ചു തരാം. കാണുന്നവരല്ല ഇനി അകത്ത് വരാനുണ്ട്. വരാം അകത്ത് കുറേ പേര് നിൽപ്പണി. അകത്ത് കയറി വരുന്ന മാറാവിടത്തെ നിൽപ്പായിരിക്കും. ഇപ്പോൾ എല്ലാവരും അകത്തുള്ളതാണ്. ഇവർക്കൊന്നും കയറാൻ പറ്റാതെ നിൽക്കുന്നത്. 12:45 ഇപ്പോഴും വലം വെച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ എല്ലാ പരിപാടിയും കഴിയും. അതോടെ ശിവരാത്രി നോയമ്പൊക്കെ തീരും. ഇപ്പോൾ നാളെ അടയ്ക്കും. ഇനിയിപ്പോൾ വൈകുന്നേരം രാവിലെ വെളുപ്പിന് 5 മണിക്കാണ് പറഞ്ഞത്. സോ ഇപ്പം സമയം 2:58. ഇതുവരെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഉറങ്ങാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഉറങ്ങാതിരിക്കാനായിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുക. സിനിമയുടെ പേര് മറന്നുപോയി. അത് അറിയത്തില്ല. 3 മണിയായി കറക്റ്റ്. ഇപ്പം അകത്തെന്തോ പ്രദോഷമോ എന്തോ സംഭവം ഉണ്ട്. അതെന്താണെന്ന് കറക്റ്റ് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ അകത്തല്ല പുറത്തോട്ട്. അപ്പം ഇനിയിപ്പോൾ ഉറങ്ങാൻ പറ്റത്തില്ല. സന്ധ്യയ്ക്ക് ഉറങ്ങും. അപ്ഡേറ്റ് ചെയ്യുക ഓരോ മണിക്കൂർ. പിന്നെ അകത്തോട്ട് കയറണം. ഈ സിനിമ കണ്ട് തീർത്തിട്ടാണ് അകത്തോട്ട് കയറാം.
കുത്തനെ ഇറങ്ങി പോയിട്ട് ഓണാക്കിയിട്ട് പുള്ളി തിരിച്ച് ആ വഴിക്ക് പോയി ബുദ്ധിപരമായി നീക്കും. സമയം ഇപ്പം 4 കറക്റ്റായി. ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാതിരിപ്പുണ്ട്. 5 മണിക്ക് നട തുറക്കും. നിർമ്മാല്യ ദർശനം 5 മണിക്ക്. 5 മണിക്ക് ദർശനം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോകും. പിന്നെ വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ പറ്റത്തില്ല, വീണ്ടും പറയുന്നു. കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു ഉറക്കത്തിന് ഇരിപ്പുണ്ട്, കുറേ പേര് നടയുടെ ഫ്രണ്ടിലുണ്ട്. തുറക്കാറായി 4:45 അപ്പോൾ ഇനി നട തുറക്കാൻ പോകും. 5 മണിയായി, 5 മണി പോകുന്നുണ്ട്, കേൾക്കാൻ തോന്നുന്നു പോകുന്നുണ്ട്. 5 മണിയായി, ചെറുതായിട്ടൊന്ന് നട തുറന്ന് ആൾ കയറി നിറഞ്ഞിരിക്കുകയാണ്. നടയൊന്നും തുറന്നില്ല, പക്ഷേ ഫ്രണ്ടിലത്തെ ഡോറ് മാത്രം തുറന്നു കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ ഭയങ്കര ആളാണ്. അപ്പം പയ്യൊക്കെ എടുത്ത് തൊഴാന്ന് വെച്ചാൽ ഞാനും അമ്മ മാറി നിൽക്കുക. എല്ലാവരും തൊഴുതിട്ട് തൊഴാം, വലിയ ധൃതിയൊന്നും പിടിക്കണ്ടല്ലോ, തൊഴാൻ വേണ്ടി നിൽക്കുക. അകത്ത് കയറി തൊഴുത് പുറത്തിറങ്ങിയപ്പോഴേക്കും ആരും ഇല്ല, എല്ലാവരും പോയി. തൊഴുതൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് വീട്ടിലോട്ടൊക്കെ പോയി. തൊഴിൽ കഴിഞ്ഞ് 5 മണി 5:30 ആയപ്പോഴേക്കും എല്ലാവരും തൊഴുത് കഴിഞ്ഞപ്പോൾ പോയി. ഇനിയിപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ പോകണം. അമ്പലത്തിൽ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം നേരെ വീട്ടിലോട്ട് പോകാം. പുറത്തോട്ട് ഇറങ്ങി ഞങ്ങൾ തിരിഞ്ഞ് വീട്ടിലോട്ട് പോട്ടെ. വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പേടിയുള്ളത് കൊണ്ട് വീഡിയോ ഇതോടുകൂടി അവസാനിപ്പിക്കുന്നില്ല. സന്ധ്യയ്ക്ക് വിളക്കെടുക്കുന്നവരെ വീഡിയോ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഉറങ്ങാത്തത്. അപ്പോൾ സന്ധ്യയ്ക്കായിരിക്കും ഇതിൻ്റെ ഔട്ട്രോ. ഓക്കെ, ബൈ. ഇപ്പോൾ 6:20 വീട്ടിൽ വന്ന് കയറി. ഇനി കാലിൻ്റെ പരുവം കാണിച്ചു തരുന്നില്ല. അത് ഉപ്പിലൊക്കെ ഇട്ട് വൃത്തിയാക്കി ഉപ്പിലിട്ട മാങ്ങ പോലെ റെഡിയാക്കി കഴിയുമ്പോഴേക്കും ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നതെന്ന്. അതുവരേക്കും ഒരു ചെറിയ ബ്രേക്ക്. ഇപ്പോൾ 7 മണിയായി. ഞാനിവിടെ നടന്നതിൻ്റെ ഭാഗമായി കാല് ഉപ്പിലിട്ട് വെച്ചേക്കുക. ഉപ്പിലിട്ട മാങ്ങ പോലെ വൃത്തിയായിക്കൊണ്ടിരിക്കട്ടെ. സമയം ഇപ്പോൾ 8:22. ഞാൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഒരു വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാതിരിക്കുക. അറിയുന്നതിന് സമയം ഇപ്പോൾ 9:53, 10:06. ഉറങ്ങിയിട്ടില്ല ഇപ്പോഴും. 9 മണിക്ക് ഞാൻ ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ട് അത് ചെയ്ത് തീർക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം 10 മണിയാറായി, ഉറങ്ങിയിട്ടില്ല. ഞാനിപ്പോൾ ഉള്ളത് ശാസ്താംകാവിലാണ്, ഇവിടെ ഞങ്ങളുടെ വീടിനടുത്തുള്ള. അപ്പം സമയം ഇപ്പോൾ 7:10 കഴിഞ്ഞ്. അപ്പം ഇനിയിപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്, ഇന്നത്തെയും കൂടെ. അപ്പം കാലിൻ്റെ ഒരു ഫോട്ടോ ഇടാന്ന് പറയുന്നത് കാലിൻ്റെ ഫോട്ടോ ഇടുന്നില്ല, കാരണം കാല് മൊത്തം വിണ്ട് കയറിയിരിക്കുക, കാണിച്ച് മടുപ്പിക്കുന്നില്ല. അപ്പം അടുത്തൊരു വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.